ഹായ് എവരി വൺ. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഡേ 2 നവരാത്രിയാണ്. ബ്രഹ്മചാരിണി ഗോഡസ്സാണ്. എല്ലാം പാർവതിയുടെ ഓരോ സ്വരൂപങ്ങളെയാണ് പറയുന്നത്. ഇന്ന് ബ്രഹ്മചാരിണി എന്ന പേരിൽ തന്നെ ആ ഒരു സെലിബസി, ബ്രഹ്മചാര്യം, ലൈക്ക് പാർവതി ദേവി ശിവന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ട്വിൻ ഫ്ലെയിംസിൻ്റെ ഒരു സ്റ്റോറി, ഒരു ഭാഗം കൂടി പറയുന്നുണ്ട്. 1000 വർഷങ്ങൾ തപസ്സിരുന്നു, അല്ലെങ്കിൽ അപർണ എന്നുള്ള പേര് അപർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇല പോലും കഴിക്കാതെ തപസ്സിരുന്നിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മചാരിണി ദേവീനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പായിട്ടുള്ള ബ്ലെസ്സിങ്സിനൊക്കെ ധാരാളം ഹെൽപ്പ് ചെയ്യുക. നന്നായിട്ട് പ്രാർത്ഥിക്കാം. ദേവി കവചം, സിന്ദൂരാരുണ വിഗ്രഹം, അത് ഡെയിലി ഈ ഒരു 9 days നിങ്ങൾ വീട്ടിൽ വെക്കുക. കുറച്ച് ഉറക്കം വെക്കുമ്പോഴും വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് ഉണ്ടെങ്കിൽ മാ കാളി വന്നത് ഡിസ്ട്രോയ് ചെയ്യാം. അപ്പോൾ അതിലൂടെ നിങ്ങൾക്കും അത് നല്ലതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു അഡ്വൈസ് പോലെയാണ്. ഇഷ്ടപ്പെട്ടവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് അത് റിലീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഷോർട്ടിൽ ചെയ്തപ്പോൾ കിട്ടിയ കാർഡ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ കറൻറ്റ് എനർജി കുറച്ച് ഹെവിയാണ്. ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ന് സോളാർ ഫ്ലെയേഴ്സ് ഭൂമിയിലേക്ക് നല്ല രീതിയിൽ സോളാർ ഫ്ലെയർ X9 എന്ന് പറയുന്ന ഒരു അത്രയും ഹെവി ആയിട്ടുള്ള എനർജി ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ടയേർഡ്. എനിക്കൊക്കെ ഇന്നലെ രാത്രിയൊന്നും ശരിക്ക് എന്താ പറയുക, ഭയങ്കര ടെമ്പറേച്ചർ നന്നായി കൂടുന്ന പോലെ, മീൻസ് റൂം ടെമ്പറേച്ചേഴ്സും കാര്യങ്ങളും ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും എല്ലാവർക്കും. അതിൻ്റെ ഭാഗമായിട്ട് ക്ഷീണം ഉണ്ടായിരിക്കും, ബോഡി എയ്ക്സ് ഉണ്ടായിരിക്കും, നമുക്കിങ്ങനെ തളരുന്ന പോലെ, ചില ഫുഡ്സുകൾ ഡൈജസ്റ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു സമയം ഈ നവരാത്രി വരുന്നതും നമ്മുടെ ശരീരം ഡിറ്റോക്സിഫിക്കേഷൻ ചെയ്യണമെന്നും പറയുന്നത്. കാരണം ഹെവി എനർജി നിൽക്കുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡും ഹെവി ആകുമ്പോൾ അത് നമ്മൾ ചെയ്ത് പോയില്ല. അതിങ്ങനെ നമുക്ക് വൊമിറ്റിങ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ശരിക്കും ഒരു പാമ്പെരേനെ പിടിച്ചൊരു അവസ്ഥയായിരിക്കും. ഓക്കെ, അപ്പോൾ മിനിമലായിട്ടുള്ള ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആവുക, നന്നായിട്ട് ലൈം വാട്ടറോ ഒക്കെ കുടിക്കുക കേട്ടോ. ബോഡി ഇങ്ങനെ കൂടുതൽ ഹൈഡ്രേറ്റഡ് ആക്കാൻ നോക്കുക. ഫേസ് യോഗയൊക്കെ അറിയുന്നവർക്ക് ഫേസ് യോഗ ചെയ്യാം. നന്നായിട്ട് കവച മന്ത്രാസൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളുടെ എനർജീസ് പോവും. ഓക്കെ, പറ്റുകയാണെങ്കിൽ അമ്പലത്തിലൊക്കെ പോവുക. അമ്പലത്തിൽ പോകാമെന്ന് ഉദ്ദേശിക്കുന്നത് അമ്പലത്തിൽ പോയത് കൊണ്ട് എല്ലാം നന്നാവും എന്നല്ല, പോകുന്നത് ആ വൈബ്രേഷൻസ്, ഇതൊക്കെ വളരെ നെഗറ്റീവ് വൈബ്രേഷൻസ് തോന്നുമ്പോൾ ഓസ്പീഷ്യസ് ആയിട്ടുള്ള വൈബ്രേഷൻ ഉള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആ ചേഞ്ചസ് വരും. ഓട്ടോമാറ്റിക്കലി അമ്പലത്തിലേക്ക് പോകുമ്പോൾ സൈലൻസ് എന്നൊക്കെ ഫീൽ ചെയ്യും, ആ ഒരു ഡിവൈൻ എനർജി ഫീൽ ചെയ്യും. അതാണ് മെയിനായിട്ട് ഈ ടെമ്പിളിൽ പോകാൻ പറയുന്നത്. ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കാണെങ്കിലും എന്താ പറയുക, നമ്മുടെ ആ ഒരു ഡിവൈൻ നമ്മുടെ ഇവിടേക്ക് വരും. ഓക്കെ, നോത്തോട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നോത്തോട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്കിത് റീഡ് ചെയ്യാം. ഇന്നത്തെ എനർജി വളരെ ഹെവിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഗൈഡൻസസ് യൂണിവേഴ്സ് തരുന്നത് എന്ന് നോക്കാം. ഒരു കാര്യം കൊണ്ട് പറയാം, നമ്മൾ ടാരോ കോഴ്സിൻ്റെ 4th ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചു, ടാരോ ബിഗിനേഴ്സ് കോഴ്സ് എന്നാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് റൈഡർ വേ ടാരോ ഡെക്ക് എന്ന് പറയുന്നത്. 78 കാർഡ്സാണ്. ഓക്കെ, ഇതാണ് ബേസ് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ കാർഡ്സിൻ്റെയും ബേസ് ടാരോ ഡെക്കാണ്. ഇതെൻ്റെ ഒരു 3 കൊല്ലമായിട്ടുള്ള ടാരോ ഡെക്കാണ്. അത്രയും ഓൾഡസ്റ്റ് ആണ്. പക്ഷേ അത്രയും പഴകും തോറും ഇതിൻ്റെ എനർജി വളരെ ഹെവി ആയിരിക്കും. ലൈക്ക് ഹെവി മീൻസ് എനർജി അത്രയും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റീഡിങ് കറക്റ്റ് അക്യുറേറ്റ് ആയിട്ട് വരാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ആ ഒരു ഓൾഡ് എനർജിയാണ് അല്ലേ, പഴകും തോറും അതിൻ്റെ വീര്യം കൂടുന്നു പറയുന്ന പോലെ. അപ്പോൾ എല്ലാം ഇപ്പോൾ ടാരോയിൽ പറയുകയാണെങ്കിൽ ഓറാക്കിൾ കാർഡ്സും ഉണ്ട്, ബേസിക് കാർഡ്സ് ഉണ്ട്. ഇതാണ് ബേസ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് കാർഡ്സ് നിങ്ങൾക്ക് വായിക്കാം. ഇത് ശരിക്കും നമ്മുടെ ലൈഫ് ജേണിയാണ്, ഒരു ഫൂളിൻ്റെ ലൈഫ് ജേണിയാണ് കാണുക. ഫൂൾ എന്ന് പറയുന്നത് ഇത് പഠിക്കുന്ന ഓരോരുത്തരും അല്ലെങ്കിൽ വരുന്ന ഓരോരുത്തരുടെ ജേണിയാണ് പറയുന്നത്. ഈ ഒരു കാർഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, റിലേഷൻഷിപ്പ് ഉണ്ട്, കരിയർ ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, ആൻഡ് ഗൈഡൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേഴ്സണാലിറ്റിയുടെ കാർഡ്സിന് മൈനർ ആർക്കാനായിട്ട് മേജർ ആർക്കാൻ 2 ഡിവിഷൻസ് ഉണ്ട്. മൈനർ ആർക്കാൻ പിന്നും സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ടെലഗ്രാമിലാണ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. 41 days ഉണ്ടായിരിക്കും. അതിനുശേഷം 10 days മീൻസ് 27, 20 നിയർലി 30 days പിടിക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് വരാൻ. കാരണം ഒരു ദിവസം 3 കാർഡ്സൊക്കെ വെച്ച് പഠിക്കുമ്പോൾ 78 കാർഡ് ഉണ്ടല്ലോ, 78 കാർഡ്സാണ്. അതുകൊണ്ട് സൂം ക്ലാസ്സൊക്കെ എടുക്കുകയാണെങ്കിലും നോട്ട്സ്, ഇതിപ്പോൾ വോയിസ് നോട്ട് റെക്കോർഡ് സെഷൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി റിപ്പീറ്റഡായിട്ട് കേൾക്കാം ഡൗട്ട് വരുമ്പോൾ. സൂമിലൊക്കെയാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് നോട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് മറന്നു പോകുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ടെലഗ്രാം ആയതുകൊണ്ട് വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതലും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ടെലഗ്രാമിലാവുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി റെക്കോർഡ് സെഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്നും ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി റീഡിങ്സിലേക്ക് പോകാം. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ, കോൾ ചെയ്യരുത്, വാട്സപ്പ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്സ് നോക്കാം. ഇന്ന് എന്താണ് നമുക്ക് ഡേ 2ൽ ഗോഡ് അല്ലെങ്കിൽ ഏഞ്ചൽസ്, ലാസ്റ്റ് ഏഞ്ചൽ ആൻസേഴ്സ് നോക്കാം. എന്താണ് നമുക്ക് തരുന്ന
ഗൈഡൻസസ് നിങ്ങളോട് എന്താണ് പറഞ്ഞു തരുന്നത്, എവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഹീലിംഗ് ആവശ്യമുണ്ടോ, അതോ എവിടെയാണ് ബ്ലോക്കേജസ്, ഏത് ചക്രയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ് എന്താണ് ഇന്നത്തെ ഗൈഡൻസസ്? യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ് എന്താണ് കളക്റ്റീവായി കാണുന്നവർക്ക് ഇന്നത്തെ ഗൈഡൻസ്? യൂണിവേഴ്സ് എന്നിവൻ്റെ കാണുന്ന എല്ലാ നെഗറ്റീവ് എനർജീസും പ്രൊട്ടക്ട് ചെയ്യുന്നു. താങ്ക് യു. നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, സെപ്പറേഷനൊക്കെ ആയിട്ട് പോയവരാണെങ്കിൽ കുറേ കൊല്ലമായിട്ടുണ്ടായിരിക്കാം, ലൈക്ക് 1 year or 2 year ഒക്കെ ആയിട്ട് നിങ്ങൾ വിട്ടകന്ന മീൻസ് സെപ്പറേറ്റഡായി നിൽക്കുന്നവർ, അല്ലെങ്കിൽ മന്ത്സ് ആയിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങളെ പേഴ്സൺ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് വരുന്നത് സ്റ്റേബിൾ എനർജിയിലായിരിക്കും. അപ്പോൾ സ്റ്റേബിൾ എനർജിയിൽ വരണമെങ്കിൽ അവർ കുറച്ച് ടൈം പിടിക്കും. നൈറ്റ് ഓഫ് കപ്സ് ആണ്, വളരെ പാഷനേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാണ്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ്, നൈറ്റ് മീൻസ് അതൊരു അഡ്വഞ്ചർ, അല്ലെങ്കിൽ ഒരു 30-35 വയസ്സൊക്കെ ഇടയിലുള്ള മേ ബി അത്രയും മെച്യൂരിറ്റി ഉള്ള പേഴ്സൺ ആയിരിക്കാം, ചിലപ്പോൾ ഏജ് ആയിരിക്കും. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഏജ് അങ്ങനെ പറയാം, മോർ ദാൻ 80 മുകളിലുള്ള ഏജാണ് പറയാം. ജസ്റ്റിസ് കാർഡ് ഉണ്ട്, അത് മേജർ ആർക്കാന കാർഡ്സ് ആണ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീതിയാണ്, നീതിയുടെ ദൈവനാണ്. വേൾഡ് കാർഡ് ഉണ്ട്, മേജർ ആർക്കാന കാർഡ്സ് ആണ്, കാണുന്നില്ല അല്ലേ? ഓക്കെ, ജഡ്ജ്മെൻറ്റ് കാർഡ് ഉണ്ട്, ഒന്ന് ഫുള്ള് നമുക്ക് മേജർ ആർക്കാന കാർഡ്സ് ആണ്. അപ്പോൾ ഇന്ന് ഈ റീഡിങ്സ് കാണുന്നുണ്ടെങ്കിലും ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു മന്ത് വരെ അല്ലെങ്കിൽ ഫ്യൂച്ചർ അത്രയും ലോങ് ടേമിൽ നിൽക്കുന്ന മെസ്സേജസ് ആണ് തരുന്നത് കേട്ടോ. 7 of Pentacles കാണിക്കുന്നുണ്ട് ആൻഡ് കിങ് ഓഫ് സോർട്സ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്കുള്ള ഗൈഡൻസസ് ആണ്. മറ്റേത് നമ്മൾ കറണ്ട് ഫീലിങ്സ് ഇങ്ങനെ പാർട്ട്ണറുടെയും അത് തേർഡ് പാർട്ടിയുടെ ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കാണ് ഉള്ള മെസ്സേജസ് ആണ്. പേജ് ഓഫ് കപ്സും ഉണ്ട്, ബോട്ടം 3 of Wands ഉണ്ട്. ഓക്കെ, അപ്പോൾ റീഡിങ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മളോട് പറയുന്നത് നൈറ്റ് ഓഫ് കപ്സ്, ജസ്റ്റിസ്, വേൾഡ്, കിങ് ഓഫ് സോർഡ്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളോട് പറയുന്ന മെസ്സേജസ് നിങ്ങളുടെ ലൈഫിലേക്ക്, ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രണയം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കുറേ പേര് സെപ്പറേറ്റഡായി നിൽക്കുക, അല്ലെങ്കിൽ ഇത് കാണുന്നവർ സിംഗിൾസ് ഉണ്ടായിരിക്കുമല്ലോ, നിങ്ങൾ എടുത്ത് ചാടി ഒരു പ്രണയത്തിലേക്കോ ഒരു റിലേഷൻഷിപ്പിലേക്കോ കടക്കണ്ട എന്നാണ് പറയുന്നത്. കാരണം നൈറ്റ് ഓഫ് കപ്സ് നിങ്ങളിലേക്ക് വരേണ്ട ഒരു നല്ല മെച്യൂർഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട്, നിങ്ങൾ അത്രയും കെയർ ചെയ്യുന്ന ഒരു മോണോഗമി എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണ് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ ഒരു വുമണേ ഉണ്ടാവുള്ളൂ. അതാണ് മോണോഗമി എന്ന് പറയുന്നത്. അങ്ങനത്തെ നല്ലൊരു എനർജിയുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്തു ചാടി ജസ്റ്റ് വേറെ ഡേറ്റിങ്ങിന് ഒന്നിനും പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ സത്യമായിട്ടുള്ള സത്യതയോടെ ലൈക്ക് ലീബ്ര, ഇത് വരുമ്പോൾ ലീബ്ര സോഡിയം സൈനാണ് കൂടുതലും വരും. ജസ്റ്റിസ് വരുമ്പോൾ ലീബ്ര എയർ സയൻസ് ആണ്. ഓക്കെ, ജെമിനി, ലീബ്ര, എക്യൂറസ്. നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേഴ്സൺ, കമ്മ്യൂണിക്കേഷനിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കോർട്ട് കേസസ് വഴി എന്തെങ്കിലും കോടതിയുമായിട്ട് എന്തെങ്കിലും കേസസ് നടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഈ ജസ്റ്റിസ് ന്യായത്തിൻ്റെ ഭാഗത്തേ നിൽക്കുള്ളൂ. അവന് പണമുണ്ടോ അല്ലെങ്കിൽ ദരിദ്രനാണോ എന്നല്ല, അവൻ്റെ ഉള്ളിൽ സത്യമുണ്ടോ അവിടെ ജസ്റ്റിസിൻ്റെ ദേവത വർക്ക് ചെയ്യും. 11 വന്നിട്ടുള്ളത്. 11 എനിക്ക് തോന്നുന്നു 11 പോർട്ടൽസ് നെക്സ്റ്റ് മന്തും നവംബറും 11 മന്താണ്. 11 പോർട്ടൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതിനുള്ളിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ന്യൂസസും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗത്ത് ഫേവറായിട്ട് വരാനുള്ള ചാൻസസ് വളരെയധികം കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വേൾഡ് കാർഡ് വന്നതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ കുറേ ലൈഫ് ലെസൺസ് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യാനൊക്കെ ആഗ്രഹമാണെങ്കിൽ ട്രാവൽ ചെയ്യാനും വളരെ നല്ലൊരു സമയമായിട്ട് പറയുന്നുണ്ട്. വേൾഡ് എന്ന് പറഞ്ഞാൽ പല പല കൺട്രീസിലേക്കുള്ള ചേഞ്ചസ്. നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ നാളുടെ അബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകാനും സെറ്റിൽമെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സെറ്റിൽ ആവാനോ അല്ലെങ്കിൽ ജോലി ബേസ് ചെയ്തിട്ട് പോകാനോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വേൾഡാണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കുറേ ലെസൺസ് കുറേ കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിനുള്ള നല്ല സമയമാണെന്നും പറയുന്നുണ്ട്. ജസ്റ്റിസാണ്. നിങ്ങളെന്തോ ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻ്റ് ഉള്ളത് കൊണ്ട് ഒരു വിധി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു കടിഞ്ഞാണ് യൂണിവേഴ്സിൻ്റെ കയ്യിലുണ്ട്. യൂണിവേഴ്സ് നിങ്ങളൊന്ന് പോസിൽ നിർത്തിയേക്കുക. കുറച്ച് പേര് കാണുന്നവരുണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ആ കാര്യം മാറുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ജഡ്ജ്മെൻറ്റ് നിങ്ങൾ യൂണിവേഴ്സ് വീക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലും. നിങ്ങൾക്കൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡോടെ നിങ്ങൾ പോകുമോ അതോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്. 7 of Pentacles കാണിക്കുന്നുണ്ട്. കിങ് ഓഫ് സോർഡ്സ്. കുറച്ച് പേർക്ക് ഇതിൽ കാണുന്നവർക്ക് നല്ല രീതിയിൽ എന്തുണ്ട്, ഈഗോ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ടുള്ള സൈഡ് ഉണ്ട്. കിങ് ഓഫ് സോർഡ്സ് എയർ സയൻസ് ആണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് കാണുന്നതിൽ എയർ സയൻസ്, എർത്ത് സയൻസ് ഉണ്ട്, കപ്പുണ്ട്. ഒന്നുകൂടി എയർ സയൻസ് ആണ് കൂടുതലും. എയർ സയൻസ് എന്ന് പറയുമ്പോൾ ജെമിനി, ലീബ്ര, എക്യൂറസ് ആണ് പറയുന്നത്. കിങ് ഓഫ് സോർഡ്സ് ആണ് വളരെ രീതിയിൽ കിങ് എനർജി. സോർഡ്സ് എന്ന് പറയുമ്പോൾ
ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അവിടുന്ന് മാറാൻ കുറച്ച് പണിയുള്ള ആൾക്കാരാണ്. ഓക്കെ, അതാണ് കാണിക്കുന്നത്. പിന്നെ ലീബ്ര സോഡിയക് സെൻസ് പറയുകയാണെങ്കിൽ മെയിൻലി അവർ മെയിലാവാനാണ് ചാൻസ്. അവരുടെ ലോഡ് പറഞ്ഞത് വീനസ് ആണ്. അതുപോലെ അവർ കൂടുതലും അവർക്ക് ബോഡി ശരീരത്തിൽ എവിടെയെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ മെയിനായിട്ട് അവർ നേവൽ നമ്മുടെ പൊക്കിളിൻ്റെ ഭാഗത്ത് വയറിൻ്റെ ഭാഗത്തൊക്കെയാണ് കൂടുതൽ ഇഷ്യൂ വരാനും വല്ല സർജറീസോ അല്ലെങ്കിൽ ഡൈജഷൻ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഇൻഫെക്റ്റഡ് ഒക്കെ ആവുന്നത് ആ ഒരു ഭാഗമായിരിക്കും, ഒരു വീക്ക് പോർഷൻ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരെ കാണാതെ ആയിക്കഴിഞ്ഞാൽ ഇവർ മെയിൻലി കണ്ടുപിടിക്കാൻ പറ്റുന്നത് വെസ്റ്റേൺ സൈഡാണ്. ഇത് ആസ്ട്രോളജിക്കലായിട്ടുള്ള സൈഡാട്ടോ ലീബ്രയുടെ ഞാൻ പറയുന്നത്. പിന്നെ ഇവർ ഭയങ്കര ബ്യൂട്ടി ഫ്ലെക്സിബിൾ ആയിരിക്കും, ഇവർക്ക് ഭയങ്കര സ്ട്രോങ് ഫീലിങ്സ് ഒക്കെ ഉള്ളവരായിരിക്കും. ഓക്കെ, മെൻ്റൽ ബാലൻസ്, കുറച്ച് പോയിട്രി, കവിത, ആർട്ടിസ്റ്റ് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെന്ന് പറയുന്നത്. അതുപോലെ മ്യൂസീഷ്യൻസ്, ഗാംബ്ലേഴ്സ് ഇതൊക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പെർഫ്യൂം ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും. മീൻസ് അങ്ങനെ ഒരു പെർട്ടിക്കുലർ കരിയറിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് ഞാൻ പറയട്ടെ, ലിബ്ര സോഡിയക് സയൻസ് ആണ് കൂടുതലായി നിൽക്കുന്നത്. ഈ രണ്ട് ലീബ്രേനെയാണ് പറയുന്നത്. കാരണം അവർക്ക് എന്തോ കാർമിക് ലെസൻസ് കിട്ടേണ്ട സമയമാണ്, കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, കാർമിക് ലെസൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ കാർമിക് ലെസൻസ് നിന്ന് പഠിച്ചിട്ട് അവർ ബിഗ് ഡിസിഷൻസ് എടുക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവർ ചതിക്കുകയോ പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തിരിച്ച് കിട്ടുന്ന സമയമാണെന്ന് പറയുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ വന്ന് റീയൂണിയൻ ആവാനും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മീറ്റപ്പിനുള്ള സാധ്യതകളുമുണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നെ ഈ കാർഡ് രണ്ടും വന്നതുകൊണ്ട് നിങ്ങളെ യൂണിവേഴ്സ് നന്നായിട്ട് യു ആർ ബീങ് വാച്ച്ഡ്, നിങ്ങൾ നന്നായിട്ട് യൂണിവേഴ്സ് നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ നിങ്ങൾ പറയുന്ന ആക്ഷനും പറയുന്ന വേർഡ്സും ഒരുപോലെയാണോ എന്ന് നിങ്ങളെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ചക്രാസ് പറയുകയാണെങ്കിൽ കപ്സിലത് വാട്ടർ സയൻസ് ലൈക്ക് ഹാർട്ട് ചക്ര, ഇതിൽ കുറേ പേരുടെ ഹൃദയം ടൂട്ട് കഴിയുക, ഭയങ്കരമായിട്ട് ഹൃദയം മുറിഞ്ഞിരിക്കുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് കുറേ പാഷൻ, നിങ്ങളുടെ സ്ട്രെങ്ത് ഒക്കെ അതിലാണ് ഇരിക്കുന്നത്. ഹാർട്ട് ചക്ര ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് ഹാർട്ടും സാക്രലും തമ്മിലൊരു കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി, ഐഡിയാസ്, അങ്ങനെ നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് പോലും നിങ്ങൾക്ക് അധികം ചിന്തിക്കാൻ തന്നെ പറ്റില്ല. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പേഴ്സണൽ ചിന്ത ഉള്ളത് കൊണ്ട് ബാക്കി ക്രിയേറ്റീവ് സൈഡിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഹാർട്ട് ചക്ര ബ്ലോക്ക് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഹാർട്ട് ചക്ര 7 ചക്ര മെഡിറ്റേഷനിൽ ഹാർട്ട് തന്നെ അനാഹത ചക്ര പച്ച കളർ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഡീപ്പറായിട്ട് പോണതാണെങ്കിൽ യു ഷുഡ് ടേക്ക് ഹീലിങ്സ് കേട്ടോ. അപ്പോൾ അതാണ് കാണിക്കുന്നത്. ആൻഡ് റൂട്ട് ചക്രയും കാണിക്കുന്നുണ്ട്. റൂട്ട് മീൻസ് സ്റ്റേബിൾ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി, ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് ബാക്കി എല്ലാത്തിനും തകർന്നു പോകും. നമുക്ക് ആ ഫൗണ്ടേഷൻ ഉറപ്പില്ലെങ്കിൽ നമുക്ക് ആ സ്ട്രെങ്ത് ഉണ്ടാവില്ല. ചെറുതായിട്ട് എന്തെങ്കിലും ചെറിയൊരു കാര്യം വന്നാൽ നമ്മളപ്പോൾ തളരും. അപ്പോൾ അതാ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടാത്ത ഈഗോസ് കളയുക. 10, 10, 11, 7, 21 ഒരു എന്താ പറയുക 3 ഇതിൽ കളിക്കുന്ന 3 ആണ്. 3 of Wands എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ ഏതാണ് തീരുമാനം എടുക്കേണ്ടത്, ഏതിലേക്ക് പോകണമെന്നറിയാതെ നിൽക്കുന്ന ഒരു പേഴ്സണെയും കാണിക്കുന്നുണ്ട്. 3 ഓപ്ഷൻസ് വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ചൂസ് ചെയ്തോളൂ. മൂന്നും നല്ല ഓപ്ഷൻസ്. അപ്പം നിങ്ങൾ ഏതാ ചൂസ് ചെയ്യുക? അപ്പോൾ നമ്മളോട് പറയുന്നത് കുറച്ചുകൂടി നിങ്ങൾ ഹാർട്ട് വെച്ചിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് ഏതിലാണ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഇന്നർ പീസ് കിട്ടുക. ചിലപ്പോൾ നമുക്ക് ഇന്നർ പീസ് കിട്ടുന്ന ആ ഒരു ജോലിയിൽ ചിലപ്പോൾ സാലറി കുറവായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് വളരെ മനസ്സമാധാനം കിട്ടും. ചിലപ്പോൾ വേറൊരു ജോലി വളരെ സാലറി ഹൈ ആയിരിക്കും, പക്ഷെ ഭയങ്കര ബിസി അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം പോലും ഉണ്ടാവില്ല. അപ്പം നിങ്ങളോട് പറയും നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൽ ചൂസ് ചെയ്യാൻ. ഞാൻ എപ്പോഴും പറയും ഇന്നർ പീസാണ്. മനസ്സമാധാനം ഇല്ലാത്ത കുറേ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുക കേട്ടോ ശരിക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ ഇതാണ് ഇങ്ങനെയാണ് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഭയങ്കരമായിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൃഷിയൊക്കെ നല്ലതായിരിക്കും. ഫാമിങ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺ റിവാർഡ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ജഡ്ജ്മെൻ്റാണ്. നിങ്ങളൊരു യൂണിവേഴ്സിൻ്റെ ഒരു നിരീക്ഷണത്തിലാണ്, ക്യാമറ CCTV ക്യാമറയിലാന്ന് പറയുന്ന പോലെ അണ്ടർ സർവേലൻസിലാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിലുള്ള കർമ്മ ചെയ്യുക. അതിനുള്ള പേ ഓഫ് എന്തായാലും ഇവിടുന്ന് കിട്ടും. ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ്, ലോങ് ടേം ആയിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നല്ല കാർഡാണ്. ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ്സ് വരാനുള്ള ചാൻസസ്. അതാണ് ഞാൻ പറഞ്ഞത്. നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 7 of Pentacles. നിങ്ങൾ എടുത്ത് ചാടി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണം. നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ്, ലോങ് ടേം സപ്പോർട്ടായിട്ടൊരു പേഴ്സൺ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള പേഴ്സൺസ് നിങ്ങൾ റിജക്റ്റ് ചെയ്ത് തിരിച്ച് പോവുകയാണെങ്കിൽ പോട്ടെ വയ്ക്കുക. നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യുക. ആൻഡ് നമുക്ക് ഏഞ്ചൽ കാർഡ്സും കൂടി നമുക്ക് എടുക്കാം. അതോടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് എന്താണ് ഏഞ്ചൽസിന് ഇന്ന് ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനുള്ള ഗൈഡൻസസ്. നോട്ട് ദ റൈറ്റ് ടൈം. നിങ്ങളുടെ സമയം ഇപ്പോൾ കുറച്ച് അത്ര നല്ലതല്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയം വെയിറ്റിംഗ് എനർജിയിൽ ഇരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ
കുറച്ച് റിലീജിയസ് ബുക്സ് വായിക്കുക, കുറച്ച് റിലീജിയസ് ആയിട്ട്. ഞാൻ മതത്തിനെ അല്ലോടെ പറയാം, ദാറ്റ് സ്പിരിച്വൽ ടച്ച്, ആ സ്പിരിച്വാലിറ്റി. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, എന്താണ് എൻ്റെ പർപ്പസ്, എന്തുകൊണ്ടാണ് ഞാൻ എത്ര നല്ലത് ചെയ്തിട്ടും എൻ്റെ കൂടെയുള്ളവർ എന്നെ ചീറ്റ് ചെയ്യുന്നത്, പറ്റിക്കുന്നത്, അങ്ങനെ ഇരുന്ന് നിങ്ങളൊന്ന് തേർഡ് പേഴ്സണിൽ നിന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊക്കെ ഒരു കർമ്മക്കണക്കിൻ്റെ ഒരു സെറ്റിൽമെൻറ്റാണ്. ചെയ്യുന്ന വർക്ക് സ്റ്റോപ്പ് ചെയ്യാതെ ഹാർഡ് വർക്കായിട്ട് ചെയ്യുക. നിങ്ങളെപ്പോഴും ഒരാൾ വീക്ഷിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. നോ നീഡ് ടു വറി. കാരണം യൂണിവേഴ്സ് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ സപ്പോർട്ട് ഉണ്ട്. നിങ്ങളുടെ ഒരു കർമ്മയാണ്, അതിൽ എനിക്കും ഇടപെടാൻ സാധിക്കില്ല. നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു അതിൻ്റെ തീവ്രത കുറഞ്ഞ് കിട്ടും. പക്ഷേ നിങ്ങളുടെ കർമ്മ നിങ്ങൾ തന്നെ ഫേസ് ചെയ്ത് തന്നെ പോകണം. നിങ്ങൾ അതിൽ നിന്ന് ഭയന്ന് പോകുമ്പോൾ, സൂയിസൈഡൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അവർ ആസ്ട്രലിൽ നിൽക്കുക ചെയ്യുക, മരിച്ചു പോയാൽ ശരീരം കിട്ടാതെ നിൽക്കും, കൊല്ലങ്ങളോളം നിൽക്കേണ്ടി വരും. കാരണം അവരുടെ കർമ്മ കഴിഞ്ഞിട്ടില്ല, പിന്നെയും ഇവർ ജനിക്കണം. അവരുടെ ആ ഒരു കർമ്മ വീട്ടിയതിന് ശേഷം പ്ലസ് സൂയിസൈഡും ചെയ്തത് കൊണ്ടും നമ്മുടെ ജീവൻ എടുക്കാൻ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് അവർക്ക് കൂടുതൽ 10 ടൈംസ് കർമ്മ അനുഭവിച്ച് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഒന്നിൽ നിന്നും ഒളിച്ചോടാൻ പറ്റില്ല. ഈ ലോകത്ത് ഒളിച്ചോടാൻ പറ്റാത്തത് നമ്മുടെ കർമ്മയിൽ നിന്നാണ്. നമ്മൾ ഫേസ് ചെയ്തേ പോകാൻ പാടും. സോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ഇൻ ദ നിയർ ഫ്യൂച്ചർ. നിങ്ങൾക്ക് അടുത്ത് തന്നെ ഇതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. ബി അസേർട്ടീവ്. ഒരു തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും അസേർട്ടീവായിട്ട് തീരുമാനമെടുക്കുക, അവെയർനെസ് കൊണ്ടുവരിക. എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ഈ ഒരു സമയത്ത് നന്നായിട്ട് എല്ലാവരും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കുക. ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? പീസ്ഫുൾ റെസൊല്യൂഷൻ, സമാധാനപരമായിട്ടൊരു എൻഡിങ് ഉണ്ടായിരിക്കും. യെസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ കിട്ടിയ ഗൈഡൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ല കർമ്മങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള സിംഗിൾസ് ആണെങ്കിൽ മെച്ചുവേർഡ് ആയിട്ടുള്ള പേഴ്സൺ ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. നിങ്ങളത് ജസ്റ്റ് നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുക. ഈ ഒരു സമയം നല്ല രീതിയിൽ യൂസ് ചെയ്യുക. വേൾഡ് കാർഡാണ്, കാർമിക് ലെസൺസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിലൊക്കെ ഒന്ന് അത് ആ ഒരു വരുമ്പോൾ ദൈവത്തിനോട് കൂട്ടുപിടിക്കുക, ഡിവൈനെ കൂട്ടുപിടിക്കുക. ഓക്കെ, ആ ഒരു സമയം നിങ്ങളൊന്ന് ഫേസ് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് വരുന്നതാണ്. ആ കർമ്മക്കണക്ക് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുക, വേഗം തന്നെ എൻ്റെ കർമ്മക്കണക്ക് സെറ്റിൽമെൻറ്റ് ചെയ്ത് പോകട്ടെ. യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച്, താങ്ക് യു പറയും. കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്ന പോലെ ഡെയിലി എണീറ്റ് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാനപ്പാനെ കേട്ടിട്ടാണ് ഞാൻ എഴുന്നേൽക്കുക. അപ്പോൾ തന്നെ അഫോർമേഷൻസ് പറയും. എൻ്റെ ലൈഫിലേക്ക് ഞാൻ അബൻഡൻസ് ആൻഡ് എന്താ പറയുക ഇന്നർ പീസ് ധാരാളമായിട്ട് ഞാൻ ലഭിച്ചതിന് ഒരുപാട് നന്ദി, താങ്ക് യു യൂണിവേഴ്സ്. ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കാറ്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ എഴുതിയതിന് ശേഷം മാത്രമാണ് പിന്നെ നമ്മളിതിലേക്ക് വരുന്നത്. അപ്പോൾ അതൊരു ശീലമാക്കുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് അബൻഡൻസ് ഓടി വരും. എങ്ങനെ വരുന്നു, എവിടുന്ന് വരുന്നു എന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുക, നല്ല എനർജി തന്നെ ഭൂമിയിലേക്ക് എർത്തിൻ്റെ വൈബ്രേഷൻസിലേക്ക് പോവുക. തിരിച്ച് നമുക്ക് ആ വൈബ്രേഷൻസ് അത് പല രീതിയിലൂടെ നമ്മളിലേക്ക് വരും. എപ്പോഴും സത്യസന്ധരാവുക. ഒരു കുഞ്ഞു സ്റ്റോറി പറഞ്ഞുതരാം. ഒരു ബെഗർ ഉണ്ടായിരുന്നു. ഒരു അങ്ങേർക്ക് ഇങ്ങനെ ഭിക്ഷ നോക്കിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങയുടെ പാത്രത്തേക്ക് ഒരു ഡയമണ്ട് റിങ് വീണു. അപ്പോൾ ഈ ഡയമണ്ട് റിങ് ശരിക്കും അത് ഒരു കപ്പിളിൻ്റെ മാരേജ് കഴിഞ്ഞു, നല്ല വലിയ ഒരു ബിസിനസ്, ഭയങ്കര വെൽത്തി ഫാമിലിയിലുള്ള ഒരു കപ്പിളിൻ്റെ റിങ് ആയിരുന്നു. പെട്ടെന്ന് ആ സ്ത്രീ നടന്നു പോകുന്ന സമയത്ത് തെറിച്ച് പോയിട്ട് നേരെ പോയി വീണത് ഈ ഒരു ബെഗറിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ പോയിട്ട് അത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അപ്പോൾ ആ ഒരു സമയത്ത് കാരണം 3 കോടിയുടെ എത്രയോ ആ ഒരു റിങ് ആയിരുന്നു, ഒരു യൂറോപ്യൻ കൺട്രിയിലുണ്ടായ സംഭവം. അപ്പോൾ അവർ കംപ്ലയിൻറ്റ് കൊടുത്തത് കൊണ്ടും ഇങ്ങേര് ഇവിടെ ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ ഒരു മോതിരം ആ സ്ത്രീക്ക് കിട്ടി. ആ കിട്ടിയത് കൊണ്ട് അങ്ങേർക്ക് വേണമെങ്കിൽ ആ പൈസ 3 കോടിയല്ല അത് എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങേർക്ക് കൊടുക്കാതിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങേ സത്യസന്ധനായത് കൊണ്ട് കൊടുത്തത് കൊണ്ട് ആ ഒരു സ്ത്രീ പകരം എന്താ ചെയ്തതെന്നറിയോ, അങ്ങേർക്ക് വീടും ഒരു സ്ഥലവും ജീവിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഉണ്ടാക്കി കൊടുത്തു. അങ്ങേര് ഇപ്പോൾ വളരെ വെൽത്തി ആയിട്ടാണ് ജീവിക്കുന്നത്. സോ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ തിരിച്ച് യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ്സ് നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലായിരിക്കും. എപ്പോഴും നല്ലത് മാത്രം പ്രവർത്തിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. അതാണ് മെയിൻലി ഈ ചാനലിലൂടെ ഞാൻ എത്തിക്കുന്ന ഒരു മെസ്സേജസ്. ഓക്കെ, നല്ല കൈകളിൽ എത്താൻ ആഗ്രഹിക്കാറുണ്ട്. ചിലവർ നെഗറ്റീവ് പറയാറുണ്ട്. നമുക്ക് അവർ എത്രയും വൈബ്രേഷൻസ് അവരുടെ ഉള്ളിലത്തെ വൈബ്രേഷൻസ് ആയിരിക്കാം. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഡെയിലി കേൾക്കുമ്പോഴെങ്കിലും ആ മാറ്റം വരുമല്ലോ. അപ്പോൾ മാറ്റം വരണം. മാറ്റം വന്നില്ലെങ്കിൽ അത് നിങ്ങൾ ആഫ്റ്റർ ഡെത്തും സഫർ ചെയ്യേണ്ടി വരും, കർമ്മ കൂടുള്ളൂ. അതുപോലെ ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട് പറയാം. ഇപ്പോൾ റീഡിങ്സിന് വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് റീഡിങ് ചെയ്യുമ്പോൾ കറണ്ട് ഫീലിങ്സ് ഒക്കെ പാർട്ട്ണറൊക്കെ പറയുമ്പോൾ പാർട്ട്ണർ പേരില്ലാതെ എനിക്ക് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റില്ല. അത് ആർക്കും ടാപ്പ് ചെയ്യാൻ പറ്റില്ല, പേര് വേണ്ടി വരും. ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലെങ്കിൽ നെയിം ആവശ്യമാണ്. അപ്പോൾ നെയിം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർ കേട്ടോ ഒരു 1-2 പേരുടെ ഞാൻ കണ്ടത്
അവർ അയച്ച ചാറ്റ് ഫുള്ള് ഡിലീറ്റ് ചെയ്തിട്ട് പോകും. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഡിലീറ്റ് ചെയ്തത്? അപ്പോൾ പറയുന്നത് അത് അറിയാത്തൊരു പേഴ്സണല്ല, ഇനി എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ പോയി പറയുമോ, ഹസ്ബൻഡിനോട് അങ്ങനെയൊക്കെ ചിന്തിക്കുക. സോ ദയവ് ചെയ്ത് മനസ്സിലാക്കണം, എൻ്റെ ഒരു സോൾ പർപ്പസാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ ഫാമിലിയിൽ കയറിയിട്ട് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ സ്പൈ ചെയ്യാനോ ഒന്നാമത് നേരമല്ല, അതിനുള്ള ഇൻട്രസ്റ്റഡും അല്ല. എൻ്റെ സോൾ പർപ്പസ് ചെയ്യാൻ ഞാൻ ഗൈഡൻസസ് കൊടുക്കാൻ പോവുക, ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി എന്താ നിങ്ങളോട് പറഞ്ഞത് എന്നൊക്കെ കുറേ പേർക്ക് റീഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നിങ്ങളുടെ പേര് തന്നെ ചിലപ്പോൾ ഓർമ്മ വരില്ല. ചിലവർ റീഡ് ചെയ്തിട്ട് അഗൈൻ വരുമ്പോൾ ചേച്ചി ഞാൻ അന്ന് റീഡിങ് എടുത്തപ്പോൾ എനിക്ക് തന്നെ സത്യത്തിൽ ഓർമ്മ ഉണ്ടാവില്ല നിങ്ങളോട് എന്താണ് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ദയവ് ചെയ്തത് മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത്. ഇതൊരു ബിസിനസ് പർപ്പസ് അല്ല. ഞാൻ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എനർജി എക്സ്ചേഞ്ചിൻ്റെ എമൗണ്ട് ഞാൻ വാങ്ങുന്നുണ്ട്, അത് അവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നു, ഹീലിംഗ് തരുന്നു, പോകുന്നു. ഒരിക്കലും നിങ്ങളുടെ ഇൻഫോർമേഷൻസ് വേറെ എവിടെ കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. ബിക്കോസ് ഞാൻ ധർമ്മത്തിൻ്റെ പാതയിലൂടെ പോകുന്നൊരു പേഴ്സണാണ്. അത് ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ബിക്കോസ് അത് കർമ്മയാണ്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. കാരണം കാർഡ് നെഗറ്റീവായിട്ട് വന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ പറയും. കാരണം അതാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത് പറഞ്ഞിട്ടില്ലാതെ എനിക്കൊരു കർമ്മയാണ് ഇട്ട് വരിക. അപ്പോൾ ദയവ് ചെയ്ത് അറിവില്ലാതെ ഒരു 3D ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവരത്രയും ട്രസ്റ്റ് ഇല്ലാത്ത ലൈഫായിരിക്കാം. അവർ പേടിച്ചിട്ടായിരിക്കാം ഒരു ഹസ്ബൻഡ് അറിയോ അല്ലെങ്കിൽ വൈഫ് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫാമിലിയിൽ ഇഷ്യൂ ആവുന്നൊക്കെ പേടിച്ചിട്ട് ഒരു എക്സ്ട്രാ മെറിറ്റൽ അഫെയർ റീഡിങ്ങിന് വരുന്ന ആൾക്കാരാണ്, മനസ്സിലായി. പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. യു ക്യാൻ ട്രസ്റ്റ് മീ, ഓക്കെ? അങ്ങനെ വരുന്നവർക്ക് മറ്റേ ഡിസപ്പിയർ മെസ്സേജസോ എന്തെങ്കിലും വെച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ ഇത്ര മണിക്കൂർ കഴിഞ്ഞത് ഡിലീറ്റ് ചെയ്ത് പോകുമല്ലോ, യു ക്യാൻ ഡൂ ദാറ്റ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്തൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഇവരിങ്ങനെ ചെയ്യുന്നത്. നോക്കുമ്പോൾ ചാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അയച്ച മെസ്സേജസ് മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞ പേര്, ക്വസ്റ്റ്യൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് പോയേക്കാം, സ്ക്രീൻഷോട്ട് വരെ ഡിലീറ്റ് ചെയ്ത് പോയേക്കാം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇനി വരും. ഞാൻ അങ്ങനത്തെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇപ്പോൾ ഞാൻ റീഡ് ചെയ്ത് തന്നെ ഞാൻ റീഡ് ചെയ്ത് തരില്ല. കാരണം എന്നെ ട്രസ്റ്റ് ചെയ്യാത്തതും എൻ്റെ കാർഡിനെ ട്രസ്റ്റ് ചെയ്യാത്ത ആൾക്കാർ എനിക്ക് റീഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെ വരുന്നവർക്ക് ഞാൻ റീഡ് ചെയ്ത് കൊടുക്കില്ല. നല്ല എനർജിയുള്ളവർക്ക് മാത്രം ഞാൻ സെലക്റ്റീവായിട്ട് റീഡ് ചെയ്ത് കൊടുക്കുള്ളൂ. ചിലവർ വരാറുണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ റീഡിങ് കിട്ടണം, അങ്ങനെയാണ് ഞാൻ നോക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ പറയും വേണ്ട, നിങ്ങൾ വേറെ ആളെ നോക്കൂ. കാരണം കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ റീഡിങ്സ് ബുക്കിംഗ് ഉണ്ടായിരിക്കും. എനിക്ക് കുറേ റീഡിങ്സ് ഇപ്പോൾ തീരും ചെയ്യാൻ പറ്റില്ല, അത്രയും എനർജി. അതുകൊണ്ട് വളരെ നമുക്ക് എനർജി ഡ്രെയിനേജ് വരും, എനർജി വാമ്പേഴ്സ് പോലെ എനർജി ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് ഫീൽ ചെയ്യും. വളരെ ലോ ഇഷ്യൂ എന്ന് വരുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ എനർജി അവരേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത്രയും എനർജി ഞാൻ ഫില്ല് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ചുമ്മാ ഇത് കാണല്ല, മനസ്സിലായോ? വളരെ രീതിയിൽ ചില എനർജീസ് വന്ന് ഹിറ്റ് ചെയ്യാറുണ്ട്, എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എനർജി എക്സ്ചേഞ്ച് ആയിട്ടൊരു എമൗണ്ട് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതും അത് റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഞാൻ റീഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഓക്കെ? ഞാനും ഒരു സോളാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു എനിക്ക് ഏജ് കുറവായിരിക്കും, എൻ്റെ അടുത്ത് വരുന്നവർ നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷേ സോൾ എന്ന് പറയുന്ന ഇതിന് ഏജോ ഒന്നുമില്ല. അവർക്ക് ആ നോളജ് ആൻഡ് എക്സ്പീരിയൻസസ് ആണ് അവരെ ചെറിയ ഏജിൽ തന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിക്കുന്നതും ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, സോ താങ്ക് യു. നിങ്ങൾക്ക് റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.